കേരളീയർക്ക് വിഷു പോലെ തന്നെ പ്രധാനമാണ് പത്താമതേ. അതായത് മേടം 1 വിഷു, അവിടുന്ന് 10ാമത്തെ ദിവസം പത്താമതേ. എല്ലാം ഒരു കാർഷിക സംസ്കൃതിയാണ് കാണിക്കുന്നത്. അതായത് ഇപ്പോൾ വിഷുവിന് കണി ഒരുക്കുന്നു, ഇതെല്ലാം കാർഷിക ഉൽപ്പന്നങ്ങളാണ്, കാർഷിക ഫലങ്ങളാണ് നമ്മളവിടെ കണി കാണുന്നത്. അപ്പം അതുപോലെ തന്നെ മേടം 10-ന് ആ കൃഷി ഇറക്കുന്ന ചില കാര്യങ്ങളിലും ഒക്കെ പഴയ ആൾക്കാർ വളരെ കൃത്യത പാലിച്ചിരുന്നു. അന്നേ ദിവസം തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ നന്നായിരിക്കുകയും ചെയ്യും. ഇക്കുറി മേടം 10 ആഘോഷിച്ചത് കേരളത്തിലെ CPM-കാർ മാത്രമേ ആഘോഷിച്ചു, ബാക്കി ആർക്കും വേണ്ടായിരുന്നു. കാരണം രാജ്യം തന്നെ കരയുകയായി. കാശ്മീരിലെ ഭീകരവാദ ആക്രമണം, അതിനോടൊപ്പം തന്നെ ക്രൈസ്തവ വിഭാഗമൊക്കെ തന്നെ മാർപ്പാപ്പയുടെ മരണത്തിൽ ദുഃഖിച്ചു. അവർ ചിലപ്പോൾ 10ാമതേ ആഘോഷിക്കില്ല എന്നൊക്കെ ചിലപ്പോൾ പറയും. അതല്ല, അങ്ങനെ കണക്കിലെടുക്കുന്ന കർഷകരുണ്ട് കേരളത്തിൽ, ക്രൈസ്തവ കർഷകരുണ്ടെന്നുള്ളതാണ്. അപ്പം എന്തായാലും CPM അത് മറന്നില്ല കേട്ടോ, അത് നന്നായി. CPM-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 10ാമതയും വിഷുവും അഷ്ടമിരോഹിണിയും ഗണപതി ഇതും ഒക്കെ അവർക്ക്, വിനായക ചതുർത്ഥിയും ഒക്കെ അവർക്ക് അവരുടെ കലണ്ടറിലുണ്ട്. കാരണം അവർ വിഘ്നങ്ങളൊക്കെ അകറ്റാൻ വേണ്ടി തന്നെ വിഘ്നേശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. നമ്മുടെ സഹാക്കന്മാർ ഭക്തരല്ലെങ്കിലും സഹാക്കന്മാരുടെ ഭാര്യമാരൊക്കെ തന്നെ ക്ഷേത്രങ്ങളിൽ പോവുകയും അവരുടെ പേരിൽ വഴിപാടുകൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. കാടാമ്പുഴയിൽ കോടിയേരിയുടെ ഭാര്യ പൂമൂടൽ നടത്തിയതും, VS അച്യുതാനന്ദൻ്റെ മകൻ ശബരിമലയിൽ VS-ന് വേണ്ടി അർച്ചന നടത്തുന്നതും ഒക്കെ നമ്മൾ അറിഞ്ഞിട്ടുള്ള കാര്യമാണ്. അതെന്തെങ്കിലും ആകട്ടെ. പക്ഷെ എന്തായാലും പാർട്ടി ഇപ്പോൾ 10ാമതേ ദിവസം തന്നെ AKG സെന്ററിന് എതിർവശത്ത് മറ്റൊരു AKG ഭവനും ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. എന്തായാലും രണ്ടാമത് വന്ന പഠന കേന്ദ്രത്തിനും AKGയുടെ പേരെന്തായാലും അവർ മറന്നിട്ടില്ല എന്നുള്ളതാണ്. EMS-ന്റെ പേരിലുണ്ട്. വിളപ്പിൽശാലയിൽ EMS സ്മാരക പഠന കേന്ദ്രമുണ്ട്. ഇവിടെ AKG സെന്റർ തുടങ്ങുന്നത് അതിനു വേണ്ടിയാണ്. മുഖ്യമന്ത്രിയായിരുന്ന AK ആന്റണി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്താണ് കുറച്ച് സ്ഥലം വേണമെന്നും പറഞ്ഞ് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. CPM-ന് AKGയുടെ പേരിൽ തുടങ്ങാൻ ഒരു സ്മാരകം തുടങ്ങുന്നു. അവിടെ ഗവേഷണവും കാര്യങ്ങളും ഒക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ നമ്മുടെ AK ആന്റണി അല്ലേ ശുദ്ധൻ, അദ്ദേഹം വിചാരിച്ചു CPM-കാർ ഈ ഗുണ്ടായിസമൊക്കെ നിർത്തിയിട്ട്, തല്ലുകൊള്ളൽ പരിപാടിയൊക്കെ നിർത്തിയിട്ട് അവരിനി ചിന്തയും ഗവേഷണവും എഴുത്തും വായനയും ഒക്കെ ആയിട്ട് മുമ്പോട്ട് പോകാനാകും എന്ന് കരുതി AKG സെന്ററിന് സ്ഥലം അനുവദിക്കുകയും ചെയ്തു. പക്ഷെ അവിടെ ചിന്തയും എഴുത്തും വായനയും ഒരു ഉണ്ടേ നടന്നില്ലെന്നുള്ളതാണ്. യുവന്മാരെല്ലാം പഴയതുപോലെ ഗുണ്ടായുസവും ഒക്കെ ആയിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് പോവുകയും ചെയ്തു എന്നുള്ളതാണ്. അത് ആ സ്ഥലത്തിനെ ചൊല്ലി ഏറെ വിവാദം ഉണ്ടായിട്ടുള്ളതുമാണ്. സർവകലാശാലയുടെ സ്ഥലമാണ് AK ആന്റണി പതിച്ചു കൊടുത്തത് എന്നൊക്കെ പറഞ്ഞ് വലിയ വിവാദമുണ്ടായി. എന്തായാലും കണ്ണിൻ്റെ കണ്ണായ സ്ഥലമാണ് AKG സെന്ററിൻ്റെ ഇരിക്കുന്നത്. പോട്ടെ, AKG പിന്നെ പാവങ്ങളുടെ പടത്തലവനാണല്ലോ, അദ്ദേഹത്തിൻ്റെ പേരിൽ അത്രയും സ്ഥലമെങ്കിലും ഇരിക്കട്ടെ. ഇപ്പോൾ അതിനുശേഷമാണ് അതിന് എതിർവശത്ത് മറ്റൊരു ഇതുപോലെ ചിന്തയും എഴുത്തും ഒക്കെയായിട്ട് വലിയൊരു പഠന കേന്ദ്രമായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് AKG ഭവൻ തുടങ്ങിയിരിക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ ഈ AA റഹീമിനെ പോലുള്ളവരെയൊക്കെ പഠിപ്പിച്ച് പ്രബുദ്ധരാക്കാൻ വേണ്ടിയിട്ട്, ബ്രിട്ടാസിനെ പോലുള്ളവർക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടമായിട്ടായിരിക്കാം ചിലപ്പോൾ ഈ AKG ഭവൻ തുറന്നിരിക്കുന്നത്. അത് അവർ വളരെ നേരത്തെ തന്നെ അതിൻ്റെ പണിയെല്ലാം തീർത്തു. എന്തായാലും ഒന്ന് പാല് കാച്ചി വേണമല്ലോ ഒന്ന് കയറാൻ.
ഒരു വിളക്ക് കൊളുത്തുകയോ ഒരു റിബൺ മുറിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? അപ്പോൾ അതിനവർ തിരഞ്ഞെടുത്ത ദിവസം 10-ാം ഉദയം തന്നെ തിരഞ്ഞെടുത്തു. എന്തായാലും പാർട്ടി ഇല്ലാതാകാൻ പോവുകയല്ലേ, ക്ഷയിച്ച് വന്നിരിക്കുകയാണ്. ഈ ആന മെലിഞ്ഞാലും തൊഴുത്തിൽ കേട്ടില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ പാർട്ടിക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടേ, ഒരാസ്തി വേണ്ടേ? അങ്ങനെ ഈ AKG ഭവൻ ഉണ്ടാക്കിക്കൊണ്ട് അവർ ഉദ്ഘാടന തീയതിയൊക്കെ കുറിച്ചു. കാരണം ഇല്ലാതാകാൻ പോകുന്ന ഒരു പാർട്ടി അതിൻ്റെ ഒരു പുതിയ കെട്ടിടം തുടങ്ങുന്നത് വേറൊരു ദിവസം ആകരുത്. അത് 10-ാമതേ ദിവസമായാൽ അത് വീണ്ടും ഫലസമൃദ്ധിയോടുകൂടി വരും. അപ്പം നശിച്ച് നാറാണക്കല്ല് വെച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രസ്ഥാനം തുടർന്നും കയറി വരാനായിട്ട് സഹായിക്കും എന്നുള്ള രീതിയിലാണ് അവർ 10-ാം ഉദയം എടുത്തത്. 10-ാം ഉദയം എടുത്തതിൻ്റെ പേരിൽ പാർട്ടിയെ പലരും വിമർശിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും നല്ല ദിവസം നോക്കണ്ടേ? ഓരോരുത്തർക്കും ഓരോ തരത്തിലെ ആചാരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ഒന്നുമല്ലെങ്കിൽ അത് നിർമ്മിച്ച കോൺട്രാക്ടർക്ക് ചിലപ്പോൾ കാണും ചില ഉത്തരവാദിത്തം. അതിന് കേടുപാടുകളൊന്നും കൂടാതെ മുമ്പോട്ട് പോകണം. അതുകൊണ്ട് തന്നെ ആയിരിക്കും അദ്ദേഹം കുറിച്ച് കൊടുത്തത് 10-ാം ഉദയ ദിവസം തന്നെ പാല് കാച്ചി അതിനകത്ത് കയറുക. കാരണഭൂതൻ തന്നെ അതിൻ്റെ നാട മുറിച്ച് വേണം കയറാൻ. കാരണഭൂതനല്ലാതെ പിന്നെ വേറൊരാളില്ലല്ലോ പാർട്ടിയിൽ. കാരണഭൂതൻ തന്നെയാണ് എല്ലാം തീർച്ചപ്പെടുത്തുന്നത്. അങ്ങനെ അതും മുറിച്ച് അതിനകത്ത് കയറിയിരിക്കുകയാണ്. അപ്പം ഈ 10-ാം ഉദയം എത്തുന്നതിന് തൊട്ടു മുമ്പാണ് ഈ കാശ്മീരിലെ ഭീകരാക്രമണവും മറ്റും നടന്നത്, മാർപ്പാപ്പയുടെ മരണവും ഒക്കെ. അതിൽ രാജ്യം മുഴുവൻ കരയുകയും മാർപ്പാപ്പയുടെ മരണത്തിൽ രാജ്യം തന്നെ 3 ദിവസം ദേശീയ ദുഃഖാചരണമാണ്. പതാക പകുതി താഴ്ത്തിക്കെട്ടി ഇരിക്കുകയാണ്. മറ്റ് ആട്ടവും പാട്ടും കൂത്തും ഒന്നും ഉണ്ടാകത്തില്ല. ഔദ്യോഗിക പരിപാടികളെല്ലാം ഒഴിവാക്കി. പക്ഷെ CPM മാർപ്പാപ്പയെ എല്ലാം മനസ്സിൽ സ്മരിച്ചുകൊണ്ട്, അതിനിടയ്ക്കാണല്ലോ നമ്മുടെ സാംസ്കാരിക നായകൻ MA ബേബി പറയുകയുണ്ടായില്ലേ, യേശുക്രിസ്തു ഉണ്ടായിരുന്നുവെങ്കിൽ CPM-ൽ അംഗത്വം എടുക്കുമായിരുന്നു. CPM-ന്റെ ഏതോ ലോക്കൽ സെക്രട്ടറിയും ആകുമായിരുന്നുള്ള മട്ടിലാണ് MA ബേബി പറയുന്നത്. MA ബേബി എന്ന് പറയുന്ന ആ വിടുവായൻ പറയുന്നത് മുഴുവൻ നമുക്ക് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കേണ്ടതാണ്. പലതും ചില്ലിട്ട് സൂക്ഷിച്ചാലും കുഴപ്പമില്ല എന്നുള്ളതാണ്. കാരണം കേരളത്തിലെ അഭിനവ മുണ്ടനാണ്, 2ാം മുണ്ടൻ എന്ന് സ്വയം പ്രഖ്യാപിച്ച് നടക്കുന്ന MA ബേബി. അപ്പോൾ എന്തായാലും MA ബേബി ഉണ്ടായിരുന്നു. ഈ കെട്ടിടം പാല് കാച്ചാൻ തുടങ്ങുമ്പോൾ കാരണഭൂതൻ നാടമുറിച്ച് കയറുമ്പോൾ ചിത്രത്തിൽ കാണുന്നത് കുറച്ച് മാറിയാണ് നിൽക്കുന്നത്. നോക്കണേ, CPM-ന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ആള് ഇവിടെ കേരളത്തിലെ AKG ഭവൻ തുടങ്ങിയപ്പോൾ മാറി നിൽക്കുന്നു. കുറച്ച് നാടമുറിക്കേണ്ട സ്ഥലത്തോട്ട് കാണുന്നുമില്ല എന്നുള്ളതാണ്. ആദ്യത്തെ കാണുന്ന AKG ഭവൻ സ്മാരകം ഉദ്ഘാടനം ചെയ്ത് EMS നമ്പൂതിരിപ്പാടായിരുന്നു. അപ്പോൾ എന്തായാലും ഒരു നല്ല ദിവസത്തോടുകൂടി AKG ഭവൻ തുറന്നു. അപ്പോൾ ആ പ്രസ്ഥാനം അങ്ങനെ അങ്ങോട്ട് മുമ്പോട്ട് പോവുകയും ചെയ്യും. കേരളത്തിൽ CPM അങ്ങനെ വേരൂന്നി ആടി തിമിർത്തുകൊണ്ട് അങ്ങ് പടർന്ന് പന്തലിച്ച് കയറും ഈ 10-ാം ഉദയ ദിവസം തന്നെ തെരഞ്ഞെടുത്തതിൽ. ലാൽ സലാം.